ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷർമെൻറ്റ് ലോങ് ബുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ മെഷർമെൻറ്റും ഡാറ്റയൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതി വെക്കാനുള്ള ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ക്യാൻവയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. നോർമലി നമ്മൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ അളവ് ബുക്കിൽ എഴുതി വെക്കും, അവരെന്താ പാറ്റേൺ പറഞ്ഞു വെച്ചാൽ അത് വരച്ച് വയ്ക്കുക, അങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ട് അങ്ങനെ പോവും. ആ ഒരു സംഗതി കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി പ്രൊഫഷണൽ ടച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇതുപോലെ കോപ്പി ചെയ്യണമെന്നല്ല, ഞാൻ ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു A4 സൈസിൽ അത് പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ബുക്കാക്കണം, ബുക്കാക്കിയിട്ട് ഇത് ബുക്കാക്കിയിട്ട് നമുക്ക് കീപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നമസ്വി തപസ്യ എന്നാണ് പേര്. നിങ്ങളുടെ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോപ്പുള്ളവർക്ക് ഓൾറെഡി ഒരു ലോങ് ബുക്ക് ഉണ്ടായിരിക്കും, അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഇഞ്ചസിലാണ് നമ്മളെല്ലാ മെഷർമെൻറ്റും എടുക്കുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ വന്ന് കസ്റ്റമർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കസ്റ്റമറിൻ്റെ നെയിം, അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഇൻഫർമേഷനാണ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഗാർമെൻറ്റ് ഡിസ്ക്രിപ്ഷനാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഗാർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് എന്ത് ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ചുരിദാറാണോ, ബ്ലൗസാണോ, സ്കേർട്ടാണോ, ഫ്രോക്കാണോ, വോട്ടെവർ എന്താണ് ഗാർമെൻറ്റ്, അതിന് അവർ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലാരിറ്റീസ് എന്തൊക്കെയാണ്, നെക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് സ്വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്വാച്ച് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഫാബ്രിക്കിൻ്റെ ഒരു കുഞ്ഞ് പീസ് നമ്മളതൊന്ന് കട്ട് ചെയ്തിട്ട്, അവർ കൊണ്ടുവന്ന ഫാബ്രിക്കിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അത് സ്റ്റാപ്പിൾ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ബിസിനസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ക്ലോത്ത് ഇങ്ങനെ നമ്മൾ അടക്കി കറക്റ്റായിട്ട് വെക്കുന്നുണ്ടാവും, എന്നിരുന്നാൽ കൂടി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വെക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ അതിന് ശേഷം 2 ഫിഗർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു 2 ഫിഗർ നമുക്ക് പിൻട്രസ്റ്റിൽ ബോഡി മെഷർമെൻറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഡയഗ്രാംസ് കിട്ടും. അതിൽ നോക്കിയിട്ട് എനിക്ക് കുറേയും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഫിഗർ ഞാൻ ഇതിലേക്ക് എൻ്റെ ഒരു ലോങ് ബുക്കിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ തന്നെ എനിക്ക് മെഷർ ചെയ്യുമ്പോൾ ഇവിടെ എഴുതുന്നതിന് പകരം വേണമെങ്കിൽ എനിക്ക് ഇതിൽ തന്നെ നോട്ട് ചെയ്ത് പോവാം. ഇപ്പോൾ ഒരു 25 മെഷർമെൻറ്റ്സ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 26 ഇസഡ് വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ ഒരു ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ ഓരോ ഗാർമെൻറ്റിൻ്റെയും ടൈപ്പ് അനുസരിച്ച് ഫുൾ ലെങ്ത് മാറുമല്ലോ. ഇപ്പോൾ ഒരു ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത് അല്ല ഒരു ഗൗണിൻ്റെ ഫുൾ ലെങ്ത്, ഒരു കുർത്തിയുടെ ഫുൾ ലെങ്ത് അല്ല ഒരു ബോട്ടത്തിൻ്റെ ഫുൾ ലെങ്ത്, അപ്പോൾ അത് മാറും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ അത് മാർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അത് സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ഗാർമെൻ്റാണോ തയ്ക്കുന്നത് അതിനെന്ത് മെഷർമെൻറ്റ് വേണം അത് മാത്രം നമുക്ക് ഇതിൽ എഴുതിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഷീറ്റാണ്, അതായത് ഏകദേശം ഫുൾ മെഷർമെൻറ്റ്സും കവർ ചെയ്യുന്ന ഷീറ്റാണ്. അതിൽ നമ്മുടെ ഗാർമെൻറ്റ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വരും. ഷോൾഡർ വേണം, ആം ഹോൾ വേണം, ചെസ്റ്റ്, ബസ്റ്റ്, അണ്ടർ ബസ്റ്റ് വേണം, പിന്നെ ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവ് വേണം, പിന്നെ ബസ്റ്റ് പോയിൻ്റ് 2 ബസ്റ്റ് പോയിൻ്റ് തമ്മിലുള്ള വിഡ്ത്ത് വേണം, പിന്നെന്താ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്, ബാക്ക് നെക്ക് ലെങ്ത്ത്, നെക്ക് വിഡ്ത്ത്, നെക്ക് ഡെപ്ത്ത്, അങ്ങനത്തെ അളവുകൾ വേണം കേട്ടോ. ഞാനിവിടെ റിമാർക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലില്ലാത്തത് നമുക്ക് ഇല്ലാത്തതും, പിന്നെ കസ്റ്റമർ എന്തെങ്കിലും ആഡ് ഓൺ പറയുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ മെഷർ ചെയ്തിട്ട് എഴുതി വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ജനറൽ ഫോമാറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തോളൂ. ഇതിൽ വരുന്ന മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്ക് വരുന്നുണ്ട്, പിന്നെ ഓവർ ബസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്, ബസ്റ്റ്, അണ്ടർ ബസ്റ്റ് വരുന്നുണ്ട്, പിന്നെ വേസ്റ്റ് മെഷർമെൻറ്റ്, ഹിപ്പ് ബോൺ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ. ഹിപ്പ് ബോൺ മെഷർമെൻറ്റ്, ഇത് ഹിപ്പ് ബോൺ മെഷർമെൻറ്റ്, പിന്നെ ഫുൾ ഹിപ്പ്, തൈ വരുന്നുണ്ട്, നീ റൗണ്ട് വരുന്നുണ്ട്, കാഫ് റൗണ്ട് വരുന്നുണ്ട്, ആങ്കിൾ റൗണ്ട് വരുന്നുണ്ട്, പിന്നെ ആം ലെങ്ത് വരുന്നുണ്ട്, ഷോൾഡർ വരുന്നുണ്ട്, ബാക്ക് നെക്ക് മെഷർമെൻറ്റ് വരുന്നുണ്ട്. ഇത് സീഡ് ലെങ്ത് ആണ്. ഈ കെ എന്ന് പറയും ഇത് ക്രോച്ച് ലെങ്ത് ആണ് കേട്ടോ. അതേപോലെ ഓരോ പർട്ടിക്കുലർ പോയിന്റിലോട്ടും ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റ്, ഷോൾഡറിൽ നിന്ന് നീ വരെയുള്ള മെഷർമെൻറ്റ്, അങ്ങനെ
നമുക്ക് ആ രീതിയിലുള്ള മെഷർമെൻറ്റ്സ് വേണമെങ്കിൽ അതും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ബോട്ടം ഒക്കെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സീറ്റ് ലെങ്ത്, ക്രോച്ച് ലെങ്ത് വേണം, സീറ്റ് ലെങ്ത് വേണം, ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ മെഷർമെൻറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ എഴുതി വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡാറ്റയാണ്. പേയ്മെൻറ്റ് ഡാറ്റയിൽ വന്ന് ടോട്ടൽ എത്രയാണ് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന റേറ്റ് എന്നുള്ളത് ഇവിടെ എഴുതാം. അതിലെന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ലൈനിങ്ങിൻ്റെ ചാർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി ചേർക്കാം കേട്ടോ. പിന്നെ അവർ അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ എഴുതാം. പിന്നെ ബാലൻസ് എത്രയും നമുക്ക് തരാനുണ്ട് എന്നുള്ളത് എഴുതുക. എന്നാണ് നമ്മൾ ഈ ഒരു കസ്റ്റമറിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ള ഡേറ്റ് ചെയ്താൽ ഡെലിവറി ഡേറ്റ് താഴെ എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ മേക്ക് ഷുവർ ഇപ്പോൾ ഒരു 20-ാം തീയതിയാണ് കസ്റ്റമറിന് ഡ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 19-ാം തീയതി തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 19-ാം തീയതിക്ക് മുന്നേ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ഒരുപാട് ബിസിനസ് ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാടൊന്നും സ്റ്റിച്ച് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 19th നമുക്കത് ഓർമ്മയുണ്ടാവും. ഇത്ര കസ്റ്റമേഴ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഒരുപാട് വർക്ക് വരുന്നവരാണെങ്കിൽ ഇങ്ങനൊരു ലോങ് ബുക്ക് അല്ലെങ്കിൽ ഒരു ഡാറ്റ കീപ്പ് ചെയ്യണത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ കേസസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മറന്നു പോകാനും കൺഫ്യൂസ്ഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ സ്വിങ് ബിസിനസ് ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്കൊരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊരു പാറ്റേൺ ഉണ്ടാക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളിതുപോലൊരു പാറ്റേൺ ഉണ്ടാക്കുക. ഇതൊരു ജനറൽ മോഡൽ മാത്രമാണ്. നമുക്ക് ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ, ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോലെ ഒരു ഇത് ഡിസൈൻ ചെയ്യാം. ഞാൻ ചെയ്ത ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചെങ്കിലും ഹെൽപ്പായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.